ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് നിലവിൽ ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റണം, അതേപോലെ വാട്ടർ സർവീസ് ചെയ്യണം. മിറർ, ലെഫ്റ്റ് സൈഡ് മിററൊക്കെ ഉള്ളിൽ അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാം. ഫ്രണ്ട് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട് സൈഡ് സൗണ്ട്. അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ സ്റ്റാർട്ട് ആക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടായി കിട്ടാനൊരു ചെറിയ ബുദ്ധിമുട്ട് കാണിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓക്കെ ആയി. നമ്മൾ ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് സൈഡ് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ നല്ല രീതിയിൽ അടി ഫ്രണ്ട് സൈഡിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. പിന്നെ ബ്രേക്കൊക്കെ ഒരല്പം കുറവാണ്. അതൊക്കെയാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നിയൊരു കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ സർവീസിനായിട്ട് കയറ്റി അഴിച്ചിട്ടുണ്ട്. എൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് വരാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഫ്രണ്ട് സൗണ്ട് കാര്യങ്ങളുള്ളത് കൊണ്ട് ഫസ്റ്റ് ഫ്രണ്ടിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ബാക്ക് വീലും കൂടി അഴിക്കുള്ളൂ കേട്ടോ. പക്ഷേ ബാക്ക് വീലിൻ്റെ അഡ്ജസ്റ്റിങ്, ബ്രേക്ക് അഡ്ജസ്റ്റിങ് നമുക്ക് ഏകദേശം ഈ തവണയും കൂടിയും വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിടാം. ആ ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ഏകദേശം പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഴിച്ച് ബ്രേക്ക് ആകുമ്പോൾ നമുക്ക് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് ലൈനർ തന്നെ ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. ബാക്കിലത്തെ ടയർ അത്ര പെർഫെക്റ്റ് അല്ല കിടക്കണം കേട്ടോ. നമുക്ക് ഇനിയായാലും മാറ്റിയിടുന്ന സമയത്ത് സാപ്പർ മോഡൽ, കമ്പനി മോഡൽ ടയർ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് കുറച്ചുകൂടി നമുക്ക് ലൈഫ് കിട്ടുള്ളൂ, വണ്ടി ഓടിക്കാനും കംഫർട്ട് ആവുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. എയർ ഫിൽറ്ററൊക്കെ കുറഞ്ഞ കമ്പനിയുടെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയൊക്കെ കയറി ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ എയർ ഫിൽറ്റർ മാറ്റി കളയാം. എയർ ഫിൽറ്ററും പ്ലഗും മാറ്റണം, കാരണം രാവിലത്തെ സ്റ്റാർട്ടിങ് പ്രോബ്ലം എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ തന്നെയല്ല, ഇത് കിടക്കും തോറും നമുക്ക് എഞ്ചിൻ ഹെഡിനകത്ത് കൂടുതൽ കാർബൺ കയറും, കരി കയറും. അപ്പോൾ അത് മാറ്റിയിടണമാണ് ഏറ്റവും സേഫ്. പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് സൈഡ് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ചിട്ടുണ്ട്. ചെക്ക് ചെയ്യാനും ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അഴിച്ചാണ്. അപ്പോൾ നമ്മൾ ക്ലച്ച് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ക്രാങ്ക് ഷാഫ്റ്റ്, ഈ ഷാഫ്റ്റിൻ്റെ സൈഡിലത്തെ ഓയിൽ സീൽ ലീക്കായി കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൈയോടെ നമുക്കത് മാറ്റിയിടാം. അതേപോലെ തന്നെ ബാക്കിലത്തെ നമ്മൾ ഓരോ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് വരുമ്പോൾ ഈ വേരിയേറ്റർ ബോഡിയുടെ ഉള്ളിൽ വന്ന റോളർ പൊട്ടി അതിൻ്റെ പ്ലാസ്റ്റിക് കോട്ടിങ്ങൊക്കെ പോയി പുറത്തേക്ക് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി ഓടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് മൊത്തത്തിൽ ആ വീല് മൊത്തം ഡാമേജിലേക്ക് പോയാൽ. അപ്പോൾ നമുക്കിത് സെറ്റായിട്ടാണ് വരുള്ളൂ. 6 ഒരു കിറ്റാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റിയിടണം. വേരിയേറ്റർ ബോഡിക്കൊന്നും തൽക്കാലം കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ ബെൽറ്റ് നോക്കി, ബെൽറ്റും നമുക്ക് നമുക്ക് കിടക്കണത് കമ്പനി ബെൽറ്റൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് നമുക്ക് കിടക്കണത്. പക്ഷേ വേറെ ഡാമേജ് കാര്യങ്ങളൊന്നും നിലവിലില്ല. അപ്പോൾ പരമാവധി ഉപയോഗിക്കാം. പിന്നീട് മാറ്റണ സമയത്ത് ഒറിജിനൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ബെൽറ്റൊന്നും ഒരു കാരണവശാലും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിക്കാണ്ടിരിക്കണതാണ് ഏറ്റവും ബെറ്റർ. വിലയിലൊന്നും വലിയ വ്യത്യാസം ഉണ്ടാവില്ല, നമുക്ക് പണി കൂടുതലാവുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. പിന്നെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് നമ്മൾ അഴിച്ചിട്ട് അതിൻ്റെ ബാക്കിൽ വരുന്ന പുള്ളി വീല് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട് കേട്ടോ. പിന്നെ കിക്കർ വീലൊക്കെ കൂട്ടത്തിൽ ഗ്രീസ് ചെയ്തിടും. ഫ്രണ്ടിലേക്ക് വരും, എഞ്ചിൻ്റെ ഭാഗത്ത് ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഹെഡിൻ്റെ കവർ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഇവിടെ ഓയിൽ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈയോടെ അഴിച്ചിട്ട് ആ ഗ്യാസ്കറ്റ് മാറ്റി റീസെറ്റ് ചെയ്യാം. പിന്നെ ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, നിലവിൽ വർക്കിംഗ് ഓക്കെയാണ്. ആക്സിലേറ്റർ കേബിളും നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. കാർബേറ്ററിൻ്റെ കേസ് ശരിക്കും ഉണ്ടല്ലോ. അപ്പോൾ നിലവിൽ കാർബേറ്റർ ക്ലീനിങ് ഒന്നും പറഞ്ഞിട്ടില്ല. ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് വരുന്നില്ല. നമ്മൾ ചെയ്യണമെങ്കിൽ തന്നെ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്ത് നമ്മൾ ചെയ്യേണ്ട വർക്കാണ്. പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ്സ് നമുക്ക് കിട്ടിയിട്ടില്ല. രാവിലത്തെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റിൻ്റെ പ്രോബ്ലം കാണിച്ചൊരു പക്ഷേ പ്ലഗിൻ്റെ ആവാനാണ് സാധ്യത. അപ്പോൾ അത് മാറ്റിയിട്ടിട്ട് ഉപയോഗിച്ച് നോക്കാം. കാർബേറ്റർ നമുക്ക് ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രം അഴിച്ചാൽ മതി. കാരണം ഇപ്പോഴത്തെ വണ്ടികൾ വന്നാണ്, നമ്മുടെ പഴയ മോഡൽ വണ്ടി BS3, BS6 മുമ്പുള്ള ഏത് വണ്ടി വന്നാലും ഒട്ടുമിക്ക വണ്ടിയുടെയും കാർബേറ്റർ കംപ്ലൈൻ്റ് ആണ്. കാരണം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ്. അതിൻ്റെ സൈഡ് എഫക്റ്റ് ഒട്ടുമിക്ക വണ്ടികൾക്കും ഉണ്ട്. അതിൻ്റെ മെയിൻ റീസൺ നമുക്ക് ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം. ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വന്നാൽ പിന്നെ കാർബേറ്റർ മാറ്റി വയ്ക്കാനേ പറ്റുള്ളൂ. മിസ്സിങ്ങിൻ്റെ കേസൊക്കെ നമുക്കൊരു പരിധി വരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഓവർഫ്ലോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോബ്ലം മാറ്റി വയ്ക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമ്മളിപ്പോൾ കാർബേറ്ററിൻ്റെ ഭാഗം ടച്ച് ചെയ്യേണ്ട, അത് ഈ രീതിയിൽ തന്നെ അങ്ങോട്ട് പോകുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. പിന്നെ വണ്ടി വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ഒന്ന് കഴുകുകയാണെങ്കിൽ നല്ലതാണ്. കാരണം മറ്റേപാട് വാഷിംഗ് എന്ന് പറയുമ്പോൾ ബോഡി എല്ലാം നിർത്തിയിട്ടാണ് വാഷ് ചെയ്യുള്ളത്. അപ്പോൾ പുറമേത്തെ ചെളി മാത്രമാണ് പോകുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലത്തേക്ക് ചെളിയുടെ അവസ്ഥ ഇതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഈ രീതിയിൽ തന്നെ ഒന്ന് കഴുകുകയാണെങ്കിൽ നല്ല രീതിയിൽ ഓപ്പണായിട്ട് കഴുകി എവിടെയെങ്കിലുമൊക്കെ തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ചെളി പിടിച്ചിരിക്കുമ്പോൾ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പെയിൻറ്റ് ടച്ച് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് സൗണ്ട് വ്യത്യാസം വരുന്നുണ്ട്. അത് 2 കാരണങ്ങളുണ്ട്. ഒന്ന് ബുഷുകൾ പോയി കിടക്കുകയാണ്. പിന്നെ അത് കൂടാണ്ട് ഹാൻഡിലിൻ്റെ ബെയറിങ്, കോൺസെപ്റ്റ് എന്ന് പറയും, അതും കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഷോക്കിൻ്റെ ബുഷൊക്കെ നല്ല രീതിയിൽ ഓവലായി പോയി. അതേപോലെ തന്നെ ലിങ്കിൻ്റെ ബുഷും കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട്, ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. അത് കൂടാതെയാണ് ഹാൻഡിലിൻ്റെ ബെയറിങ്, അതായത് കോൺസെപ്റ്റിൻ്റെ അടി കാണിക്കാം. നോക്കുമ്പോൾ സൗണ്ട് കേൾക്കാം. ഇതാണ് അതിൻ്റെ സൗണ്ടിൻ്റെ ആ സിറ്റുവേഷൻ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലായിട്ടുണ്ട്. കാരണം ടൈറ്റ് ചെയ്യാൻ നോക്കിയാൽ ഹാൻഡിൽ ടൈറ്റ് ആവും. ഒന്നോലെ ആ രീതിയിൽ തന്നെ ഉപയോഗിക്കണം. ഈ ബുഷുകൾ മാറ്റിയിട്ട്, അടിയിലത്തെ ബുഷ് മാറ്റിയിട്ട്, അതല്ലെങ്കിൽ ബുഷും മാറ്റി ആ കോൺസെപ്റ്റ് കൂടി മാറ്റാൻ കണക്കാക്കിയിട്ടാണെങ്കിൽ അതും കൂടി അയച്ച് മാറ്റി കളയാനേ പറ്റുള്ളൂ. കാരണം അതല്ലെങ്കിൽ അഡ്ജസ്റ്റിങ് നടക്കില്ല. കാരണം അഡ്ജസ്റ്റ് ചെയ്താൽ വണ്ടി സൈഡ് വീൽ വ്യൂ കാണിക്കും. പിന്നെ ഫ്രണ്ട് വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. കുറേ കൂടി ഇങ്ങനെ കിടന്ന് ഓടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ വീൽ ബെയറിംഗും കൂടി കംപ്ലയിൻറ്റിലേക്ക് പോയാനെ. കാരണം ബുഷുകൾ കംപ്ലയിൻറ്റ് വരുമ്പോൾ ഫ്രണ്ട് ജർക്കിങ് കൂടുതലായിരിക്കും, അടി കൂടുതൽ കാണിക്കും. അങ്ങനെ വരുമ്പോൾ ഈ വീൽ ബെയറിങ്ങിൻ്റെ ഒക്കെ ലൈഫ് കുറയും.
2024 മോഡൽ ബാറ്ററിയാണ് വണ്ടി വരികണേ. അതും കൂടിയും കൂട്ടത്തിൽ കൂടെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് വിടുന്നുണ്ട്. 13.4 വോൾട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ നമുക്ക് നിലവിൽ കേട്ടോ. ലോഡിലേക്ക് കൊടുക്കുമ്പോൾ 9.60. നിലവിൽ ബാറ്ററിക്ക് വേറെ കംപ്ലൈൻറ്റ് കിട്ടുന്നില്ല. പിന്നെ ഉള്ളത് പ്ലഗ്ഗാണ്. പ്ലഗ് അഴിഞ്ഞ് പോരാൻ തന്നെ നല്ല രീതിയിൽ ടൈറ്റായിരുന്നു. അപ്പോൾ പ്ലഗ് എന്തായാലും നമുക്ക് മാറ്റിയിടണം. കാരണം വെച്ചാൽ ഇതിപ്പോൾ കുറേ കൂടി കിടന്ന് ഓടിയാണെങ്കിൽ ഇത് അഴിഞ്ഞ് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ഹെഡിനകത്ത് പ്ലഗ് പിടിപ്പിക്കുന്ന ത്രെഡിന് കംപ്ലയിൻറ്റ് വരും. ഇപ്പോൾ തന്നെ എനിക്ക് നോക്കുമ്പോൾ തോന്നണുണ്ട് അതിൻ്റെ ഉള്ളിൽ കംപ്ലയിൻറ്റ്സ് വന്നേക്കണതായിട്ട്. കാരണം ഞാൻ ഈ പ്ലഗിൻ്റെ ത്രെഡിനൊക്കെ നല്ല രീതിയിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് മാറ്റിയിട്ടേക്കാം. സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം നിലവിൽ കാണിക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റിയിടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ അതൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ എഞ്ചിൻ ഓയിൽ ഒരല്പം ലെവൽ കുറവ് കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ അഴുക്കായിട്ടുണ്ട്. ഓയിലൊക്കെ ശരിക്കും 3000 കിലോമീറ്ററാണ് അതിൻ്റെ മാറ്റേണ്ട പരിധി. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ഓരോ 3000 കിലോമീറ്ററിൽ കറക്റ്റായിട്ട് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ പ്രാവശ്യം ഇതിന് ഓയിൽ ലെവൽ കുറവുള്ളത് കൊണ്ട് ഇടയ്ക്ക് ഒരു മാസം കഴിഞ്ഞാൽ ഓയിൽ ലെവൽ ഒന്ന് ചെക്ക് ചെയ്ത് വിടാം. അതൊരു സേഫ്റ്റിയുടെ ഭാഗമാണ്. ചെക്ക് ചെയ്തൊരു ഓയിൽ കുറയണില്ല എന്നുള്ള ദിവസം ഉറപ്പ് വരുത്താം. കുറയുണ്ടെങ്കിൽ അത് എത്രത്തോളം കുറയുന്നുണ്ടെന്നുള്ള ദിവസം നോക്കി കൂടുതൽ ഓയിലായിട്ട് ഓയിൽ കുറയുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ട പരിഹാരം ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ നിലവിൽ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ അത്യാവശ്യം ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ.